കേരളക്കരഞ്ഞെത്തിയ നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം സജി എല്ലാം തുറന്നു പറഞ്ഞു. മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സമ്മതിച്ച് ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊല കേസ് പ്രതി സജി. പോലീസ് ചോദ്യം ചെയ്യലാണ് കുറ്റസമ്മതം. ഒളിവിൽ കഴിഞ്ഞ സജിയെ നാട്ടുകാരും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് പിടികൂടിയത്. ജ്യേഷ്ഠന്റെ നിരന്തരമായ മാനസിക പീഡനവും തന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള ശല്യവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്റെ വിവാഹത്തിന് അമ്മയും സഹോദരനും തടസ്സം നിന്നതും വൈരാഗ്യം കൂട്ടിയെന്നും മൊഴി നൽകിയിട്ടുണ്ട്. സുഹൈലെ, സ്വന്തം അമ്മയെയും അതുപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്താൻ വേണ്ടി സജിക്ക് പ്രേരണയായത് ഈ സഹോദരന്റെ മാനസിക പീഡനവും അതുപോലെ തന്നെ സ്വത്ത് തർക്കവും അതിനപ്പുറത്തേക്ക് ഈ സജിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുമാണ് എന്നുള്ളതാണ് ഇന്ന് പോലീസിന് സജി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ക്രൂര കൊലപാതകമാണ് നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നാടകീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഈ സജിയെ ഇന്ന് പോലീസ് പിടികൂടുകയും ചെയ്തത്. സജിയെ കാണാതാകുന്നു. പിന്നീട് ഈ പറമ്പിൽ തന്നെ ഒളിവിലുണ്ടായിരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് ഈ നായ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തു. പിന്നീട് ഈ പരിശോധനയ്ക്കിടയിൽ ഈ സജി കൊണ്ടുപോയ ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിനുള്ളിൽ പഴവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെയായിരുന്നു. പക്ഷേ ഈ സജി എവിടെ പോയി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്ന് 12 മണിയോട് കൂടിയാണ് ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് സജി ഇറങ്ങി വരുന്ന വഴി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസ് എത്തി ഈ സജിയെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തത്. കൊണ്ടുപോയതിനു ശേഷം സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തത്. സ്വന്തം അമ്മയെയും അതായത് മേരിക്കുട്ടിയെയും റെജിയെയും കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു എന്നുള്ളതാണ് ഈ സജി മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സജിയുടെയും റെജിയുടെയും മേരിക്കുട്ടിയുടെയും ഈ വീട്ടിലാണ്. ഇവിടെ വെച്ചാണ് ഈ കുറ്റകൃത്യം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിനുള്ളിൽ വെച്ച് കൊല ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കൊല ചെയ്ത രീതി ഉൾപ്പെടെ അത് പോലീസിനോട് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ പ്രതി വീടിന് പുറകിലൂടെ മൃതദേഹങ്ങൾ രണ്ടും കൊണ്ടുവന്ന് ഈ തൊട്ട് ചേർന്നുള്ള ഒരു പട്ടിക്കൂടുണ്ട്. ആ പട്ടിക്കൂടിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശത്ത് ഒരു കുഴിയെടുക്കുകയും അവിടെ ഈ രണ്ട് മൃതദേഹങ്ങളും മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. അതിന് മുകളിൽ ഒരു ഏലം ഉൾപ്പെടെ നട്ട് പിടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഈ മാതാവും അതുപോലെ തന്നെ സഹോദരനും ഉന്നയിച്ചതും കാരണമായി എന്നുള്ളതാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സജിയുടെ പിതാവ് മാത്യുവിനെ 2018 കാണാതായ ഒരു സംഭവമുണ്ട്. അതിൽ ദിവസങ്ങൾക്ക് ശേഷം പരാതി നൽകിയെന്നൊരു ആരോപണം അന്നു മുതൽ തന്നെ നാട്ടുകാർ ആരോപിക്കുന്നതാണ്. ആ ഒരു തിരോധാനത്തിൽ ഉൾപ്പെടെ വീണ്ടും ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പോലീസ് നീങ്ങുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം മറ്റൊന്നുമല്ല, സമാനമായ സാഹചര്യമാണ്. അതിലും ഒരു ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപക്ഷെ ഒരു കൊലപാതകം സംഭവിച്ചിട്ടുണ്ടോ അവിടെ എന്നുള്ള കാര്യമാണ് ഇനിയും വ്യക്തമാകേണ്ടത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിലും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകും വീണ്ടും എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഈ സ്ഥലത്തെത്തിച്ച് സജിയെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇനി നാളെ വീണ്ടും ഒരുപക്ഷെ ആ തെളിവെടുപ്പിനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കാം. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീടായിരിക്കും കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ പോലീസ് നൽകുകയും ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.